ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ, ബ്രൻഫോർഡ് 1 യുണൈറ്റഡ് 1. സ്കോർ ലൈൻ കാണുന്ന പോലെയല്ല, മഹാമോശം പെർഫോമൻസ് ആയിരുന്നു. ഇന്നലെ രാത്രി 1:30 ഈ കളി ഇരുന്ന് കണ്ട യുണൈറ്റഡ് ഫാൻസിന് ഇത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം ബ്രൻഫോർഡിന് ഒത്തിരി ചാൻസുകൾ കിട്ടിയതാണ്. മിനിമം ഒരു 5-6 ഗോളൊക്കെ അടിച്ച് യുണൈറ്റഡിനെ വലിയ മാർജിനിൽ പൊട്ടിക്കായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയി. അതുപോലെ തന്നെ ജയിക്കാനുള്ള അവസരം കിട്ടി. അതിനുശേഷമാണെങ്കിലും കളി സമനിലയായി. ബ്രൻഫോർഡ് 100% അവരൊരു വിജയം അർഹിച്ചതാണ്. അവർക്ക് തോൽവി ശരിക്കും പറഞ്ഞാൽ ഒട്ടും അർഹിച്ചതല്ല. പക്ഷേ അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് അവരുടെ മിടുക്ക് എന്ന് പറയാം. അപ്പോൾ എന്തായാലും എക്സ്പെക്റ്റഡ് ഗോൾസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെരപ്പുറത്താണ്. ബ്രൻഫോർഡിന് 3.11, നമുക്കാണെങ്കിൽ 0.51. അത് ബ്രൻഫോർഡ് പോലത്തെ ഒരു ടീമിനെതിരെ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. അപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ടെൻ ഹാഗിനെ ഇന്നോ ഔട്ടോ എന്ന് പറയുന്നത് ഞാനല്ല. ശരിക്കും പറഞ്ഞാൽ ഇനിയോസ് ഇപ്പോൾ പുതിയതായിട്ട് വച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ശരിക്കും ഫുട്ബോൾ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനത്തെ കളികളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വരുന്നത്, ഇങ്ങേരെ കൊണ്ട് സാധിക്കും, ഇങ്ങേരെ കൊണ്ട് പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ലിവർപൂളായിട്ടുള്ള മത്സരത്തിന് ശേഷം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവും. കാരണം മെൻറ്റാലിറ്റി, മോറലൊക്കെ മാറും എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വീണ്ടും പഴയ പടി എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കുകയാണ്. 31 ഷോട്ടുകളാണ് ഇന്നലെ കൺസീഡ് ചെയ്തത്. ഇപ്പോൾ ഷോട്ടുകളെ കൺസീഡ് ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ നമ്മൾ മാൻ സിറ്റി മത്സരത്തിലാണെങ്കിലും നമ്മൾ ഒത്തിരി നേരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്തിരുന്നു. ഞാൻ ഒത്തിരി നല്ല സേവുകളൊക്കെ നടത്തി. പക്ഷേ ഒരു ഗോൾ വീണു, അതിന് ശേഷം പിന്നെ ചറപറാന്ന് ബാക്കിയുള്ള വന്നു തുടങ്ങി. ആ കോൺസെൻട്രേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോയി എന്ന് പറയാം. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലാണെങ്കിലും ഒരു ഗോൾ എവിടെയെങ്കിലും വീണിരുന്നെങ്കിൽ പിന്നെ ചിലപ്പോൾ 2, 3, 4 അവിടം വരെയൊക്കെ പോയേനെ. ഇത് എന്തുകൊണ്ടോ അവർ ഗോൾ അടിച്ചില്ല, അവർ 1-2 പോസ്റ്റുമേ കൊണ്ടുപോയി. അവരുടെ ദിവസം അല്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കളി 1-1 നിന്നു. അതല്ലെങ്കിൽ നല്ല അന്തസ്സായിട്ട് വലിയ മാർജിനിൽ പൊട്ടേണ്ട ഒരു കളിയായിരുന്നു. ഇപ്പം എന്തായാലും രക്ഷപ്പെട്ടതാണെന്ന് തന്നെ പറയാം. പിന്നെ ഓവറോൾ നമ്മൾ പറയാനാണെങ്കിൽ അവർക്ക് 6 ബിഗ് ചാൻസുകളാണ് കിട്ടിയത്. നമുക്ക് എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കിയാൽ മതി. ഇന്നലെ ഹോയിലൻഡ് എനിക്ക് തോന്നുന്നു ആകെ ഒരു ഷോട്ടാണ് എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ മൊത്തം ഫോർവേഡ് നിരയിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ 1-2 ഷോട്ടുകളാണ് നമ്മുടെ ഫോർവേഡ്സ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ മക്ടോമിനയുടെ സ്റ്റാറ്റ് പറയാം. മക്ടോമിന് 33 പാസുകളാണ് അറ്റംപ്റ്റ് ചെയ്തത്. അതിനകത്ത് 23 എണ്ണമാണ് പാസ് കൊടുത്തത്. അപ്പോൾ അതിൽ 70% സക്സസ് റേറ്റാണ്. നമ്മുടെ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന പ്ലെയറാണെന്ന് പറയുന്നത്. 23 പാസുകളാണ് അത്ര നേരം കളിച്ചിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ കോബി മൈനുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു ഗ്യാരണ്ടീഡ് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് പ്രതീക്ഷിക്കുക. അപ്പോൾ ഇന്നലെ മക്ടോമിനോടൊപ്പം മൈനു ആയിരുന്നു. മക്ടോമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ബെറ്റർ ആയിട്ടാണ് കളിച്ചത്. നമ്മുടെ ഡിഫൻഡേഴ്സിനും അതുപോലെ തന്നെ ഗോൾ കീപ്പറിനൊക്കെ അവർക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ബാക്കി സമയങ്ങളിലൊക്കെ ബോൾ ഹോൾഡ് ചെയ്ത് കളി സ്ലോ ആക്കുക, പൊസിഷൻ കീപ്പ് ചെയ്യുക, ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള 6 പേരാണ്. അപ്പോൾ അതിനകത്ത് ഇവന്മാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എത്ര ഡിഫൻസ് ഇരുന്ന് ചത്ത് പണിയെടുത്താലും പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒത്തിരി ഇഞ്ചുറീസ് നമുക്ക് ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. ഡിഫൻസിൽ യാതൊരു രീതിയിലുള്ള കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ടാക്ടിക്സ് തന്നെയാണ്. അതിന് മാത്രം ലോഡാണ് വെച്ച് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കാണെങ്കിലും എല്ലാ ദിവസവും എല്ലാ കളിയിലും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എക്സോഷൻ വരും. ഇപ്പോൾ വരാനാണെങ്കിൽ ചെറിയ ഇഞ്ചുറി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് ചെറിയ ഇഞ്ചുറി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇതെന്താ പറയുക, എനിക്കിതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. എന്താണ് ഇതിനൊരു ഫിക്സ് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ടിടുക. ഇപ്പോൾ എന്തായാലും മീഡിയ ഒക്കെ കംപ്ലീറ്റ്ലി ഫ്ലിപ്പായിട്ട് ടെൻ ഹാഗിനെതിരെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ രാവിലെ യൂട്യൂബ് പറഞ്ഞപ്പോഴാണെങ്കിലും NBC, ESPN ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ടെൻ ഹാഗിനെ പറഞ്ഞു വിടണം, കംപ്ലീറ്റ് കോച്ചിങ് സ്റ്റാഫിനെ മാറണം, അങ്ങനെയുള്ള രീതിയിലുള്ള തമ്പനയിലൊക്കെ ഇട്ടിട്ടാണ് വീഡിയോസൊക്കെ കണ്ടത്. സോ ആ ഒരു സൈഡിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.